السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വിശുദ്ധമായ സ്വർഗലോകത്തിൽ ഈ സമയത്തിന്റെ ഈ ദിവസത്തിന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവർ ഉൾപ്പെടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീനും സലാത്തിനെല്ലാം ശബ്ദം കുറഞ്ഞു പോയി. റമദാൻ പോയപ്പോൾ അതെല്ലാം കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാളുകൾ കുറച്ച് സമയത്തിനുള്ളിൽ ഓപ്പറേഷന് വിധേയമാവുകയാണ്. രണ്ടും നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ളവരാണ്. അല്ലാഹു ഒന്നൊരു ഉമ്മയാണ്, ഒന്നൊരു വാപ്പയാണ്. നമുക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമാണ്. അല്ലാഹു രണ്ടു പേർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരീരം കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അപേക്ഷിച്ച് മാറ്റി നിർത്തിയാൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. റമദാനിന്റെ പോരിശകളെല്ലാം നമ്മളിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായി. അള്ളാഹു നാം റമദാനിൽ ചെയ്ത എല്ലാ സുഹൃതങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ കഹ്ഫിലെ ഒരായത്താണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ പാരായണം ചെയ്യുന്നവർക്ക് കേട്ട് പരിചയമുണ്ടായിരിക്കും. ഞാൻ അതിന്റെ അർത്ഥത്തിലേക്ക് വരുന്നതിന് മുമ്പായി വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു വലിയൊരു രചയിതാവുണ്ട്. കഥ എഴുതുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പഠനങ്ങൾ നമ്മൾ സ്കൂളുകളിലൂടെ പഠിച്ചവരുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കഥയാണ്, ഒരു ബുക്കാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മ. അപ്പൊ അതില് ഒരുപാട് രസങ്ങളുള്ള, വായിക്കാൻ നമ്മൾ അതിലേക്ക് എഴുതി ചേരുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന ഒരു തൻ്റെതായ ഒരു ജീവിത ശൈലിയിൽ സംഭവിച്ച ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ആരോടും പറയാതെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ആരോടും പറഞ്ഞില്ല, വാപ്പയോട് പറഞ്ഞില്ല, ഉമ്മയോടും പറഞ്ഞില്ല, ആരോടും പറയാതെ വീട്ടിൽ നിന്നും ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്ന ആ ബുക്കിൽ അദ്ദേഹം കുറിക്കുകയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം
ഒരുപാട് രാത്രിയും പകലെല്ലാം പിന്നിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വന്നു. കാലങ്ങൾ ഒരുപാട് കടന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരു രാത്രിയിലാണ് കയറി വരുന്നത്. അത്താഴ സമയത്ത് കയറി വരുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ഉമ്മ വെച്ച് നീട്ടുന്നത് ഭക്ഷണമാണ്. ഉമ്മ എന്തോ തയ്യാറായി ഇരുന്ന പോലെ, മകൻ വരുമെന്ന് നിശ്ചയിച്ചിരുന്ന പോലെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പൊന്നുമോന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി ഭക്ഷണ തളിക നീട്ടി. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വ്യക്തി അത്ഭുതപ്പെട്ടു. എന്താ ഉമ്മ, ഞാൻ വരുമെന്ന് നിങ്ങൾ ഉറപ്പായിരുന്നു, ഒരുപാട് നാളുകൾക്ക് ശേഷമല്ല ഞാൻ വന്നത്, അതങ്ങനെ ഇന്ന് വരുമെന്ന് നിങ്ങൾ ഉറപ്പായി? ഞാൻ ചോദിക്കാൻ കാരണം എൻ്റെ മുന്നിലേക്ക് കൃത്യമായി നിങ്ങൾ എൻ്റെ പാത്രം വെച്ച് നീട്ടി എനിക്ക് ഭക്ഷണം തന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, നീ പോയതിനു ശേഷം എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പുമ്പോൾ നിനക്ക് വേണ്ടി ഒരു പാത്രം ഞാൻ മാറ്റി വെക്കും. എൻ്റെ മകനല്ല നീ, നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഭക്ഷണം മറ്റുള്ളവർക്ക് വിളമ്പുമ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കാണാതെ പോയ മകന്റെ വേവലാതിയെ കുറിച്ച് ഓർത്ത് വല്ലാത്ത വിഷമത്തിൽ എൻ്റെ പൊന്നുമോന് അവൻ ഈ സമയത്ത് വരും, അടുത്ത നിമിഷം വരുമെന്ന് പറഞ്ഞ് ഭക്ഷണം വിളമ്പുമ്പോഴെല്ലാം ഞാൻ എൻ്റെ മകന് വേണ്ടി, നിനക്ക് വേണ്ടി ഒരു തളികയിൽ ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു. ഞാനിത് നിങ്ങളോട് സൂചിപ്പിച്ചത് മാതാപിതാക്കള് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ആരൊക്കെ മറന്നാലും, നമ്മുടെ ഭാര്യ മറന്നാലും, മക്കൾ മറന്നാലും, ആരൊക്കെ മറന്നാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രണ്ട് കരങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ. മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹു അവർക്കെല്ലാം വിശാലമായ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ഘടന എടുത്ത് നോക്കണം. കാലഘട്ടത്തിന്റെ അനിവാര്യത അനുസരിച്ച് നാം പഠിക്കാൻ വിധേയരാകേണ്ടവരാണ്. കാരണം മക്കള് മാതാപിതാക്കളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാമും നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ദൂരേക്കൊന്നും പോകേണ്ടതില്ല, സ്റ്റേറ്റ് മാറേണ്ടതില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വർഷം മുമ്പ് അഫ്ഫാൻ എന്ന് പറയുന്ന നമ്മുടെ കൗമായ ഒരു സഹോദരൻ വീട്ടിലെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു. അതിൽ തന്റെ സഹോദരനുണ്ട്, ഉമ്മയെ വല്ലാത്ത രീതിയിൽ മുറിവേൽപ്പിച്ചു. മറ്റൊരു കോഴിക്കോട് താമരശ്ശേരിയിൽ ആശിഖ് എന്ന് പറയുന്ന ഒരു പ്രായപൂർത്തിയായ ഒരു യുവാവ്, അവൻ തന്റെ ഉമ്മയെ കൊന്നുകളഞ്ഞു, കോടാലിക്ക് വെട്ടി. എന്നിട്ട് അവൻ പറഞ്ഞത്, എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തതെന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ സൂചിപ്പിച്ചു, നമ്മോട് പഠിപ്പിച്ചു, അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിങ്ങളുടെ ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗം. ആ സ്വർഗത്തെ കൊന്നുകളയുന്നവരെ കുറിച്ച്, അവരുടെ അധഃപതനത്തെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. 3 ആളുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ ദുആ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയില്ല. 2, മാതാപിതാക്കൾ, അവരുടെ ദുആയാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയില്ല. അത് നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ശരി. ആ മരിക്കുന്ന സമയത്ത് എൻ്റെ മോന് നീ നരകം കൊടുക്കണേ എന്നൊരു ഉമ്മ വല്ലാത്ത വേദനയിലൂടെ പറയുമ്പോൾ ആ മോന് നരകം നിർബന്ധമായി പോവുകയാണ്. മാത്രമല്ല, ഉമ്മയെ ജീവിതത്തിൽ അല്ലെങ്കിൽ വാപ്പയെ ജീവിതത്തിൽ കഷ്ടപ്പെടുത്തിയാൽ, അവരെ വേദനിപ്പിച്ചാൽ മക്കൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഏറെ കഠിനമാണ്. കാരണം ഹബീബായ തങ്ങളുടെ മറ്റൊരു ഹദീസിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. റിളാ റബ്ബി ഫീ റിളൽ വാലിദൈൻ സുഖ്തല്ലാഹ് ഫീ സുഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പരിശുദ്ധ റസൂൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ തൃപ്തി ഇല്ല എങ്കിൽ പിന്നെ എത്ര അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കണം, ഉമ്മ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തന്നോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം പൊരുത്തപ്പെട്ട് തന്നു പോലെ, എനിക്ക് നിന്നിൽ ഒരു പരാതിയുമില്ല എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഉമ്മയുടെ വാക്കെങ്കിൽ നിങ്ങൾ വിജയിച്ചവരായി മാറി. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചു.
ഒരു സഹാബി ഒരിക്കല് തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി നബിയെ, എന്താണ് അതിന് തൗബ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചെയ്ത തൗബയിൽ ഞാൻ തൃപ്തനല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചൊരു മറുപടി കൊടുത്തു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ സഹാബി പറഞ്ഞു, ഉണ്ട്, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എങ്കിൽ നിന്റെ ഉമ്മയോട് പോയി നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ. ഉമ്മയോട് പോയി ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തട്ടിക്കളയില്ല. കാരണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയിന് അല്ലാഹു ഒരിക്കലും തട്ടില്ല എന്ന് ഹബീബായ തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യചിഹ്നമായി നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരുന്നു. നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ദുആ ചെയ്യുക. ശേഷം മാതാവിനോടോ അല്ലെങ്കിൽ പിതാവിനോടോ പോയി പറയണം, ഉമ്മ, വാപ്പ, എന്റെ പാപം പൊറുക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകാൻ കാരണമാകുന്നത്. ഇന്ന ബൈന യദയ സാഅതി അൽ ഹർജു. ഒരിക്കല് മദീന പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന സഹാബത്തിന്റെ മുന്നിലേക്ക് തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളാകുമ്പോൾ ഹർജ് വർദ്ധിക്കും. എല്ലാം ശ്രമിക്കാനിരിക്കുന്ന സഹാബത്ത് ചോദിച്ചു, വമൽ ഹർജു യാ റസൂലല്ലാഹ്, ഹർജ് എന്താണ് നബിയെ? പരിചയമില്ലാത്ത ഒരു വാക്കാണല്ലോ. ചില പദപ്രയോഗങ്ങൾ നബി തങ്ങൾ അങ്ങനെ പ്രയോഗിക്കും, എന്നിട്ട് അതിന് വിശദീകരണം കൊടുക്കും. കാരണം ആ ചോദ്യം സഹാബത്തിൽ നിന്ന് നബി തങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഹർജ് ഖിയാമത്ത് നാളിന് മുമ്പായി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഇതുവരെ കേട്ടിട്ടില്ല ആ വാക്ക്. അപ്പൊ സഹാബത്ത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ അടങ്ങുന്ന ആ സംഘം നബിയോട് ഒന്നടങ്കമായി തിരിച്ചു ചോദിക്കുകയാണ്, വമൽ ഹർജു യാ റസൂലല്ലാഹ്, ഹർജ് എന്താണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, തിരിച്ചു മറുപടി കൊടുത്തു, അൽ ഖത്ലു. അവസാന നാളാകുമ്പോ കൊല വർദ്ധിക്കും. ഈ ഉമ്മത്തിൽ ഒരുപാട് കൊലകൾ നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നിഷ്ഠൂരം കൊന്നുകളയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നു. മാതാപിതാക്കള് ജനിച്ചു വീഴുന്ന മക്കളെ ബക്കറ്റിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് ആ മകനെ വേണ്ട, അല്ലെങ്കിൽ ജനിച്ചു പോയത് പെണ്ണാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് മുക്കിക്കൊല്ലുന്നു. ആ കുഞ്ഞുങ്ങളെ ബാത്റൂമിൽ അടച്ചിട്ട് അല്ലെങ്കിൽ നരമ്പ് മുറിച്ചൊക്കെ കൊന്നുകളയുന്ന കാലഘട്ടം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓഹരിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസ്വാരസ്യതയുടെ പേരിലൊക്കെ സഹോദരങ്ങളെ കൊന്നുകളയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഹബീബായ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അതെന്താ നബി? ആ കാലഘട്ടത്തിലുള്ളവർക്ക് ബോധമില്ല. കാരണം അവർ കൊല്ലുന്നത് അവരുടെ മാതാപിതാക്കളെയാണ്, അവരുടെ വേണ്ടപ്പെട്ടവരെയാണ് എന്നവർക്ക് ചിന്തിക്കാൻ ബുദ്ധിയില്ലേ? അപ്പൊ നബി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, അവർക്ക് ബുദ്ധിയും കാണില്ല, ബോധവും കാണില്ല. ഒന്നല്ലെങ്കിൽ അവര് ലഹരിക്ക് അടിമപ്പെട്ടവരായിരിക്കും. ലഹരിക്ക് അടിമപ്പെട്ടാൽ അവന്റെ ബുദ്ധി അള്ളാഹു മറിച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ലഹരിക്ക് അടിമപ്പെട്ടാല് അവൻ നിസ്കാരത്തിലേക്ക് പോലും അടുക്കരുത് എന്ന് ഹബീബായ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി സൂറത്തുൽ നിസായിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ്സലാ വഅൻതും സുഖാറ. മത്തു പിടിച്ചവരായി പള്ളിയുടെ പരിസരത്തിലേക്ക് പോലും നിങ്ങൾ അടുക്കരുത്. കാരണം അവസാന കാലഘട്ടമാകുമ്പോ നാർക്കോട്ടിക് എന്ന് പറയുന്ന ലഹരി വസ്തുക്കള് കോവിഡിന് ശേഷം നമ്മുടെ കേരളത്തിലേക്ക് കൂടുതലായി ഒഴുകുകയാണ്. നമ്മുടെ മക്കളെല്ലാം അതിന് തീർച്ച അടിമപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ മക്കളെ, എന്റെ മക്കള് നല്ലതാണ് എന്ന് പറഞ്ഞു വിടുമ്പോ നമ്മുടെ മക്കള് നമുക്ക് തന്നെ നാശമായി മാറുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇന്നലെ ഇറങ്ങിയ പോലെ ഒരു ആയത്ത് ഞാൻ ഇന്ന് വായിക്കുന്നുണ്ട്. ഇത് വായിച്ച് ഓതാൻ സാധിച്ചു. സൂറത്തുൽ തഗാബുനിൽ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും ഫിത്ന. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തെല്ലാം നിങ്ങൾക്ക് ഫിത്നയായി മാറും. ശരിയല്ലേ? ഒരുപാട് മാതാപിതാക്കളെ ഖേദിക്കുന്നില്ല, ഇങ്ങനെ ഒരു മകള് ജനിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകൻ ഉണ്ടാവണ്ടായിരുന്നു. ഫിത്നയായി മാറും. അതുപോലെ സമ്പത്ത്, ചില സമ്പത്ത് വരുമ്പോ ഇത് ഹറാമിന്റെ പൈസ ആണെന്ന് തിരിച്ചറിയുന്ന ഒരു സന്ദർഭത്തിൽ ഇത് വേണ്ടാന്ന് ആശിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ജിബ്രീൽ മുഖാന്തരം മുഹമ്മദ് നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്തു. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. ഇനി അങ്ങനെ അതിനുള്ള പ്രതിവിധി, അങ്ങനെ മക്കള് ഫിത്നയായാൽ, പിഴച്ചു പോയാൽ അള്ളാഹു തന്നെ അതിന് പ്രതിവിധി നൽകുന്നു. വഇൻ തഅഫു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാപ്പൊന്നു കൊടുക്കണം.
വതസ്ഫഹു, നിങ്ങൾ അവിടെ മയമായ ഒരു നിലപാടെടുക്കണം. വതഗ്ഫിറു, നിങ്ങളുടെ മക്കൾ നാശത്തിലേക്ക് പോകുമ്പോൾ പുറത്തു കൊടുക്കാനായി നിങ്ങൾ അവരുടെ മേൽ സജ്ജരാകണം. ഇതൊക്കെയാണ് പ്രതിവിധി. ഇങ്ങനെയൊന്നും ചെയ്തിട്ടും മക്കൾ വരുന്നില്ല എങ്കിൽ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൻആൻ എന്ന് പറയുന്ന പൊന്നുപോലെ കപ്പലിലേക്ക് കയറ്റാൻ ശ്രമിച്ചു, കയറിയില്ല. അവസാനം കാഫിറായി പോയില്ലേ, മുങ്ങിച്ചത്തില്ലേ? അതുപോലെ നമ്മുടെ മക്കളും നാശത്തിലേക്കായി പോകും. നമ്മുടെ മക്കളെ ദീനിലേക്ക് അടുപ്പിക്കുക, വേണ്ട സമയത്ത് അവർക്ക് ഇൽമുകൾ കൊടുക്കുക. അവർ ജനിച്ചു കഴിയുമ്പോൾ അവരുടെ ചെവിയിൽ ആദ്യമായി കേൾക്കേണ്ടത് ബാങ്കിന്റെ ധ്വനികളായിരിക്കണം. മറ്റൊരു വർത്താനവും അവർ പറയാൻ പാടില്ല. സുന്നത്തായ ഒരു കർമ്മം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി പടച്ച റബ്ബിന്റെ നാമം കേൾപ്പിക്കണം. അത് കേൾപ്പിക്കാത്ത എന്തോരം സഹോദരങ്ങൾ. രണ്ടാമത് ഇഖാമത്തിന്റെ ധ്വനികളാണ് ഇടത്തെ ചെവിയിൽ കേൾപ്പിക്കേണ്ടത്. വ്യഭിചാരത്തിലേക്ക് അടുക്കാതിരിക്കാനായി മഹാരഥന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ ഒരു കുട്ടിയുടെ ചെവിയിൽ, ജനിക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ ചെവിയിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്ത് ഓതണം. പുണ്യമായ മധുരം നൽകണം. ഒന്നല്ലെങ്കിൽ തേനായിരിക്കണം, അല്ലെങ്കിൽ കാരക്കയുടെ നീരായിരിക്കണം. ചിലർ സംസം വെള്ളം കൊടുക്കും. സംസം വെള്ളം കൊടുക്കാൻ കുഴപ്പമില്ല, പക്ഷെ നിയമം വന്നത് മധുരം കൊടുക്കലാണ്. ഒന്നല്ലെങ്കിൽ തേനായിരിക്കണം, അല്ലെങ്കിൽ കാരക്കയായിരിക്കണം. മധുരമാണ് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ നാവിലേക്ക് ആദ്യമായി ബിസ്മി ചൊല്ലി ഏറ്റവും നല്ല ഒരു മനുഷ്യൻ തൊട്ടുകൊടുക്കേണ്ടത്. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമങ്ങളാണ്. ഇതൊന്നും കൃത്യമായി പാലിക്കാതെ പോയാൽ നമ്മുടെ മക്കള് തന്നെ നമ്മുടെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. നാളെ ഒരു കൂട്ടം മക്കള് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകും. റബ്ബേ, ഞാൻ ഇങ്ങനെ പിഴച്ചു പോകാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്. എന്റെ മുന്നിലേക്ക് കടത്തിത്താ റബ്ബേ, ഞാനിവിടെ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ, എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദീനിലേക്ക് അടുപ്പിച്ചോ, ആത്മീയതയിലേക്ക് കൊണ്ടുപോയോ, നിങ്ങൾ വിജയിച്ചു. നേരായ പാത കാണിച്ചു കൊടുത്തോ, നിങ്ങൾ വിജയിച്ചു. ഇനി നിങ്ങളുടെ മക്കള് നോക്കിയില്ല, സുന്നത്തായ കർമ്മങ്ങള് ജനിക്കപ്പെട്ടതിന് ശേഷം ചെയ്തില്ല, നല്ല പേര് കൊടുത്തില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു പിതാവും മകനും വന്നു. മകൻ പിഴച്ചവനാണ്, മകൻ മോശമാണ് എന്നൊക്കെ പിതാവ് വാദിച്ചു. പിതാവ് മാറി നിൽക്കാൻ മോനെന്ന് പറഞ്ഞു, എനിക്ക് ഖലീഫയോട് തനിച്ച് സംസാരിക്കണം. മോന ഖലീഫയോട്, ഉമറിനോട് പിതാവ് മാറിയതിനു ശേഷം പറയുകയാണ്, എനിക്ക് എന്റെ വാപ്പ ഏറ്റവും മോശമായ പേരാണ് ഇട്ട് തന്നത്. അഖ്റബ്, തേളെന്നർത്ഥം വരുന്ന പേര് എനിക്ക് ഇട്ട് തന്നു. പിന്നെ എങ്ങനെ ഞാൻ നന്നാകും? തേളിന്റെ സ്വഭാവം കാണിച്ച് ഞാൻ നടക്കുകയാണ്. എന്നിട്ട് എന്റെ മേൽ വാപ്പ ആരോപിക്കുകയാണ് ഓരോ കുറ്റങ്ങള്. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. അത് ആലിമീങ്ങളോടും അറിവുള്ളവരോടും ചോദിക്കണം. മൊബൈലിൽ ഗൂഗിളിൽ നോക്കി ഏതെങ്കിലും ഒരു പേര്, മറ്റെന്തെങ്കിലും ഒരു ഇംഗ്ലീഷിന്റെ നാമത്തിന് അർത്ഥം വരുന്ന പേരുകളാണ് ഇപ്പൊ കൂടുതലായും. ഇപ്പോഴത്തെ ട്രെൻഡിങ് 2 പേരാണല്ലോ, ഖദീജ, ആയിഷ. എല്ലാം പഴയതായി പോയി എല്ലാവർക്കും. യഥാർത്ഥത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സൗദാ ബീവി, സൈനബ്, ഇതെല്ലാം എത്ര സുന്ദരമായ പേരാണ്. ഫാത്തിമ, ഫാത്തിമയുടെ കൂടെ ഇപ്പൊ തലിച്ചിടാൻ പറ്റില്ല. അതിന്റെ കൂടെ എന്തെങ്കിലും സഹറായോ മറിയമോ മറ്റെന്തെങ്കിലും, മറിയം ഇടാം, മറ്റെന്തെങ്കിലും പേരൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഐസാൽ ഫാത്തിമ. ഈ ഐസൽ എന്നുള്ളതിന് അർത്ഥം പോലും ചിലർ ഐസേരും, എനിക്ക് അർത്ഥം പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ പറയും എന്നിട്ട് വേറൊരു പേര് ഞാൻ നിർദ്ദേശിച്ചു കൊടുക്കും. പലരും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ഈയിടയ്ക്ക് ഒരു കുട്ടി ചോദിച്ചു, വാപ്പയുടെ പേര് ഫാറൂഖ് എന്നാണ്. ഒരു ഉസ്താദ് പറഞ്ഞതാണ്, മദ്രസയിൽ ചേർക്കാൻ വന്നപ്പോ കുട്ടിയുടെ പേര് ഫാജിറ ഫാത്തിമ. ഫാജിറ ഫാത്തിമയുടെ അർത്ഥം, ഫാത്തിമയുടെ അർത്ഥം നമുക്കെല്ലാം അറിയാം. നിങ്ങളുടെ പുന്നാര മകളുടെ പേരാണ് ഫാത്തിമ. ഫാജിറയുടെ അർത്ഥം വൃത്തികെട്ടവൾ എന്നാണ്. വിട്ടുകൊടുത്ത പേര് ഫാജിറ ഫാത്തിമ. അർത്ഥം വെച്ച് നോക്കിയ വൃത്തികെട്ട ഫാത്തിമ. എങ്ങനെയാണ് ആ പേരിട്ടത് എന്ന് നിർദ്ദേശം ചോദിച്ചു ഉസ്താദ്. അപ്പൊ പറഞ്ഞു, വാപ്പയുടെ പേര് ഫാറൂഖ് എന്നാണ്, ഉമ്മയുടെ പേര് ഹാജിറ. വാപ്പയുടെ ഫായും ഹാജിറയുടെ ജിറായും എടുത്ത് രണ്ടും കൂട്ടിക്കലശി ഫാജിറ. കാണുമ്പോ നല്ല പേരാ, പക്ഷെ വൃത്തികെട്ടവളെന്നാണ് അർത്ഥം. ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ നമ്മുടെ മക്കൾ പിഴയ്ക്കാൻ അതൊരു കാരണമാകുകയാണ്. കാരണം നല്ല പേര് നിങ്ങളുടെ മക്കൾക്ക് നിർദ്ദേശിക്കണമെന്ന് പഠിപ്പിച്ചത് കളവ് പറയാത്ത നാവിന്റെ ഉടമ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു മാതാവ് വന്ന് എന്നോട് ചോദിച്ചത്, എന്റെ ഭർത്താവിന്റെയും എന്റെയും പേര് എച്ച് കൂട്ടിയാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് എച്ചിൽ തന്നെ തുടങ്ങുന്ന ഒരു പേര് വേണം. 2 പേര് വേണം, അത് 2 വെച്ചുകൊണ്ട് തുടങ്ങണം. മറ്റൊരു ഉസ്താദിനോട് ഇങ്ങനെ പറഞ്ഞതാണ്. അത്തിപ്പറ്റയിലുള്ള ഒരു ഉസ്താദാണ്. ആ ഉസ്താദ് പേര് പറഞ്ഞു കൊടുത്തു.
എനിക്ക് പഴയ നല്ല പേരുകൾ പറയാറിയും, പക്ഷെ നിങ്ങൾ പറഞ്ഞ മോഡലിൽ ഹീറോ ഹോണ്ട എന്ന് കാണാൻ പറഞ്ഞു. രണ്ടും വെച്ചാണ് രണ്ടും പേര്. അപ്പൊ ഹസീന വാപ്പയുടെ പേര് എച്ചുകൂട്ടി തുടങ്ങുന്നത് എന്തുവാണ്? അപ്പൊ ആ ഉസ്താദിന് ഏറ്റവും കിട്ടിയ പേരിനെ നിർദ്ദേശിച്ചു കൊടുത്തു, ഹീറോ ഹോണ്ട എന്നിട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേര് ഇതൊക്കെയാണല്ലോ. ആ ഉസ്താദ് എന്നിട്ട് നല്ല പേര് നിർദ്ദേശിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ പല സമയത്തും നമ്മുടെ മക്കൾ പിഴച്ചു പോകാൻ കാരണമായി പോകുന്നത്. അതുകൊണ്ട് നമ്മളുടെ മക്കളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ നാം ദീനീപരമായ കാര്യങ്ങളിലേക്ക് അവരെ അടുപ്പിക്കണം. അത് 18 വയസ്സായതിനു ശേഷമല്ല, ചെറുപ്പത്തിൽ തന്നെ ബോധോദയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ മക്കളെ ഖുർആനികമായ നിയമങ്ങൾ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗത്തിലേക്ക് വരുന്നു. അവസാന നാളാകുമ്പോൾ കൊല വർദ്ധിക്കും. ഒരുപാട് കൊലകള് ഒരു ദിവസമെങ്കിലും നിങ്ങൾ കാണാതെ പോകില്ല. കാരണം ഒന്നല്ലെങ്കിൽ മക്കള് മാതാപിതാക്കളെ കൊന്നു, അല്ലെങ്കിൽ അയൽവക്കക്കാരനെ വെട്ടിക്കൊന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോ ഹബീബായ തങ്ങൾ വീണ്ടും സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, യഹ്സബൂന അന്നഹും വലാ ശൈ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോർക്കും ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, 6-ാം നൂറ്റാണ്ടിലേക്കൊന്നും ഞങ്ങൾ നോക്കില്ല, ഖുർആനൊന്നും ഞങ്ങളുടെ നിയമമല്ല എന്നവർ വിചാരിക്കും. പക്ഷേ അവര് ശരിക്കും വലൈസു വലാ ശൈ, അവര് വലിയ പുരോഗതിക്കാരാണ് എന്നൊക്കെ അവർ വാദിക്കും. പക്ഷെ അവര് അധോഗതിയുടെ ആൾക്കാരായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഒരുപാട് കാലഘട്ടത്തിന്റെ അനിവാര്യത മൂലം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. പല സിനിമകളും ഇപ്പോൾ ഇറങ്ങുന്ന 80% സിനിമകളും നമ്മുടെ മക്കളെ ചീത്തമാക്കി പഠിപ്പിക്കാനായി കൂട്ടുനിൽക്കുന്ന ഒന്നാണ്. പണ്ടുള്ള സിനിമകൾ സന്ദേശം നൽകുന്നുവെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ നമ്മുടെ മക്കളെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന പല സീനുകളും എടുത്തെടുത്ത് കാണിക്കുന്നു. ഇടയ്ക്കൊരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഒരു സിനിമ കണ്ടു ഉസ്താദ്, അതിന് മുഴുവൻ തെറിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, തെറി കണ്ടുമ്പോ ചെറിയ മക്കൾ പോലും അത് പഠിക്കുകയാണ്. നമ്മുടെ മക്കളിപ്പോ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഫ്രണ്ടിൽ വെക്കണമല്ലോ. എല്ലാ വീട്ടിലെയും അവസ്ഥ ഇത് തന്നെയാണ്. മൊബൈൽ ഫ്രണ്ടിൽ കാണിച്ചു കൊടുക്കണം, എന്നാലേ മക്കള് ഒരു ഉരുള മാതാവിന്റെ കയ്യിൽ നിന്ന് തന്റെ വയറ്റിലേക്ക് ഇറക്കൂ. പണ്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് എന്ന പുണ്യമായ അധരങ്ങളിൽ നിന്ന് വരുന്ന നല്ല ദിക്റുകളുടെ ഗീതങ്ങളാണ് മാതാപിതാക്കള് കുട്ടികളെ ഉറക്കാനായി ഓതുന്നതെങ്കിൽ ഇന്നത് മാറി. ഇന്ന് സിനിമാ പാട്ട് പാടിയാലേ കുട്ടികൾ ഉറങ്ങൂ, ഏതെങ്കിലും സിനിമയുടെ പാട്ട് പാടിയാലേ കുട്ടികൾ ഉറങ്ങൂ, അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും വെച്ചു കൊടുത്താലേ കുട്ടികൾ ഉറങ്ങൂ എന്നുള്ള സ്ഥിതിയായി മാറി. കാലഘട്ടം മോശമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനിലേക്ക് അടുപ്പിക്കുക എന്നത് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക നിരന്തരം. എന്റെ മക്കളിലൂടെ എന്നെ നീ വിളിപ്പിനാക്കല്ല റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലാണ് പ്രധാനപ്പെട്ടത്. നാളെ കോടാനുകോടി ആളുകൾ വിചാരണക്കായി നിൽക്കുമ്പോ വാപ്പയുടെ പേരും കൂട്ടിയാണ് ഓരോ ആളുകളെയും വിളിക്കുന്നത്. നിന്റെ മകൻ ഇങ്ങനെ നടന്നവനാണ് എന്ന് ആ കോടാനുകോടി ജനങ്ങളുടെ മുന്നില് അള്ളാഹു പറയും. ഇവിടെ രഹസ്യമായി വെച്ചിരുന്ന പലതും അവിടെ അള്ളാഹു പരസ്യമാക്കും. അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് വിജയം നൽകുമാറാകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില ക്രമങ്ങൾ കൊണ്ടുവരണം. നമ്മൾ ഒരുപാട് ദൂർത്ത് കാണിക്കരുത്. ഒരു ചൊല്ലുണ്ട്, തൊഴിലാളിയുടെ മകൻ മുതലാളി. എന്റെ വാപ്പ ജോലി ചെയ്യുന്നത് കണ്ട് അത് പ്രയാസപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അവൻ മുതലാളിയായി മാറും. അതിന്റെ ബാക്കി ഇങ്ങനെയാണ്, മുതലാളിയുടെ മകൻ ധാരാളി. മുതലാളിക്ക് ഒരു മകനുണ്ടായാൽ എന്റെ വാപ്പയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട്, അവൻ ധാരാളിത്തം അവന്റെ ജീവിതത്തിൽ കാണിക്കും. ഇനി ധാരാളിത്തമാണ് നാം ഏറ്റെടുത്തതെങ്കിൽ ധാരാളിയുടെ മകൻ എരപ്പാളി എന്നാണ് ചൊല്ല്. നമ്മുടെ മക്കള് എരപ്പാളികളായി പോകാൻ കാരണം നമ്മുടെ ജീവിതത്തിന്റെ ക്രമമില്ലായ്മയാണ്. തൊഴിലാളിയുടെ മകൻ മുതലാളി, മുതലാളിയുടെ മകൻ ധാരാളി, ധാരാളിയുടെ മകൻ എരപ്പാളി. നമ്മുടെ മക്കളുടെ ജീവിത ശൈലിയിൽ എടുത്തു നോക്കണ്ടേ. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. മക്കളിലൂടെ കരയേണ്ടി വരുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. ഇടയ്ക്കൊരു വാപ്പ പറഞ്ഞു, എന്റെ മകൻ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. അവൻ കഞ്ചാവ് അടിച്ചിട്ട് പോയി ഏതൊരു വണ്ടിയുടെ അടിയിലേക്ക് പോയി കയറി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയാണ് ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും മറച്ചു വെക്കുകയാണ്. സത്യത്തിൽ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ ആ പരാതിയെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. അല്ലാതെ പറഞ്ഞവനെ എന്റെ മകൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് അവൻ വിടരുത്.
കാരണം ഒരു നിർദ്ദേശം ഒരാൾ വെക്കുമ്പോൾ അതിന് പ്രാമുഖ്യം കൊടുക്കണം. ഇവിടേക്കാണ് നമുക്ക് പലപ്പോഴും വീഴ്ച വന്നു പോകുന്നത്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെപ്പോലെ നിലയിലെത്തിയത് നമ്മുടെ മാതാപിതാക്കളുടെ ദുആയും അവർക്ക് കൊടുത്തിരുന്ന അനുസരണയും കൊണ്ടാണ്. അതുപോലെ നമ്മുടെ മക്കളും ആകണം. അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അവരെ ഇൽമിലേക്ക് അടുപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അള്ളാഹു അങ്ങനെ ഇൽമു പഠിക്കുന്ന നല്ല സ്വാലിഹായ ഹാഫിളായ ആലിമീങ്ങളായ മക്കളാക്കി അള്ളാഹു നമ്മുടെ എല്ലാം മക്കളെ വാർത്തെടുക്കുമാറാവട്ടെ.